ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ ടു ഡേ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് മഞ്ഞൾ കൃഷിയും മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതും നാടൻ മഞ്ഞളിന്റെ കൃഷിയും അതിന്റെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അന്നേരം നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ മഞ്ഞൾ നമ്മൾ പറിച്ചെടുത്ത് അത് മഞ്ഞൾപ്പൊടിയാക്കുന്ന ഒരു വീഡിയോ ആണ്. അന്നേരം നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നാടൻ മഞ്ഞൾപ്പൊടിയും കടയിൽ നിന്നും ഉണ്ടാകുന്നതിന്റെ വ്യത്യാസങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അന്നേരം എല്ലാവരും മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, അന്നേരം നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ വിശേഷങ്ങൾ കാണാം. ഇത് നമ്മൾ 8 മാസം മുമ്പ് കൃഷി ചെയ്ത മഞ്ഞളാണ്. ഇപ്പോൾ വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങി വരുമ്പോഴാണ്, തണ്ട് ഉണങ്ങി വരുമ്പോഴാണ് നമ്മൾ മഞ്ഞൾ വിളവെടുക്കാൻ പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നമുക്കതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ നമുക്ക് കാണാം, കണ്ടോ, മഞ്ഞളൊക്കെ മഞ്ഞളായിട്ടുണ്ട്. ഇനി അന്നേരം വിളവെടുപ്പിനുള്ള പാകമായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 4-5 വാരത്തോളം നമ്മൾ മഞ്ഞൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അത് ചെയ്യുന്നത്. വിളവെടുത്ത് അത് പുഴുങ്ങി അത് ഉണക്കി പൊടിക്കുന്ന വിശേഷങ്ങളാണ്. നമ്മൾ ഇത് വീട്ടിൻ്റെ പറമ്പിൽ നമ്മൾ ആദ്യം കൃഷി ചെയ്തതാണ്. നമ്മൾ താമസിക്കുന്ന വീടിനോട് സമീപത്ത് തന്നെ ചെയ്തതാണ്. അത് ഒരു വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ സൂക്ഷിച്ച് വേണം മഞ്ഞൾ കൈകാര്യം ചെയ്ത് ആക്കാൻ, അല്ലെങ്കിൽ അത് കട്ടായി പോകും. അന്നേരം മമ്മട്ടി വെച്ച് നമ്മൾ ഓരോ മൂടിൻ്റെയും ദൂരെ കൂട്ടി ഇളക്കി വേണം നമ്മളിത് ചെയ്യാനും. ഇത് നമ്മൾ പറിച്ച് ഇടണം. ഒരു മൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 ഗ്രാമോളം നമുക്ക് മഞ്ഞൾ ലഭിച്ചിട്ടുണ്ട്. അത്രയും നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ട്, ചാണാനും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വിളവ് ലഭിക്കും. കൂടാതെ നല്ല പഞ്ചാര മണലാണ്. അതിനകത്തേക്ക് മഞ്ഞൾ ഓടി വളരാൻ എളുപ്പമാണ്. നല്ല ദൃഢമുള്ള നാടൻ മഞ്ഞളാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ മഞ്ഞൾ കൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ട് കഴിഞ്ഞാൽ ഒരു 8 മാസം, 6 മുതൽ 8 മാസം വരെ വിളവ് ഉള്ള ഒരു വിളയാണ് നമ്മുടെ മഞ്ഞൾ. ഇത് അത്യാവശ്യം നമുക്കിടെ വീട്ടിലേക്ക് ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അന്നേരം നമ്മുടെ ആ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പുഴുങ്ങാനാണ് നോക്കുന്നത്. പുഴുങ്ങി അത് പൊടിച്ച് നമുക്ക് എടുക്കണം. അന്നേരം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം. ആദ്യം തന്നെ ഈ മഞ്ഞളെല്ലാം എടുത്ത് നമ്മൾ കഴുകി ഒരു കലത്തിലേക്ക് ഇട്ടിട്ട് മാവല, പണ്ടുള്ളവർ പറയുന്ന കേൾക്കാം, മാവലയൊക്കെ ഇട്ടാണ് ഇത് പുഴുങ്ങുന്നത്. അടുപ്പ് കൂട്ടി തീ കത്തിച്ച് കലത്തിനകത്തേക്ക് വെള്ളമൊഴിച്ച് അതിലേക്ക് മഞ്ഞളിട്ട് പിന്നെ മാവലയിട്ട് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ പുഴുങ്ങി വരണം. അതായത് നമ്മൾ കപ്പ പുഴുങ്ങുന്ന മോഡലിൽ നമ്മൾ ഇത് ചെയ്തെടുക്കണം. നിറയെ വെള്ളം ഒഴിക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പാകത്തിനാക്കിയതിന് ശേഷം നമ്മൾ നല്ല തീയിൽ അത് വേവിച്ചെടുക്കണം. എന്നിട്ടത് നമ്മളൊരു അടപ്പ് വെച്ച് അത് മൂടി വെക്കണം. മാവല പുഴുങ്ങി കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. മാവല മഞ്ഞളും കൂടി ഇട്ടാണ് പുഴുകുന്നത്. അടുത്തത് നമ്മൾ ഈ പുഴുങ്ങിയ മഞ്ഞൾ അരിയണം. നല്ല രീതിയിൽ, ഒരുപാട് കട്ടിയാകരുത്, സ്ലൈസായിട്ട് അരിഞ്ഞ് നമുക്ക് ഉണക്കി എടുക്കണം. അന്നേരം എല്ലാം ഒരേ രീതിയിൽ ഉണക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈസായി ഇത് അരിഞ്ഞ് വെക്കണം. കനം കുറഞ്ഞതൊക്കെ നമ്മൾ അങ്ങ് ഇട്ടാൽ മതി, അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കട്ടിയുള്ളത് നമ്മൾ അരിഞ്ഞരിഞ്ഞ് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പല ഉണക്കായി പോകും. ചിലത് പച്ചി പിരുന്ന് കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പൊടി പൂക്കുന്നതിനുള്ള കാരണമാകും. അല്ലെങ്കിൽ ഒരേ ഉണക്ക് ലഭിക്കത്തില്ല. നമ്മൾ മഞ്ഞളും അതിൻ്റെ തടയും ഉണ്ട്. തടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നടുന്ന മഞ്ഞളാണിത്. ഇത് കുറച്ചിങ്ങനെ വലുതായി നിന്നിട്ട് ഇതിൽ നിന്നാണ് മറ്റ് മഞ്ഞളുകൾ പൊട്ടി മുളച്ചുണ്ടാകുന്നത്. അതാണ് ഈ തട. നമുക്ക് കണ്ടില്ലേ, നാടൻ മഞ്ഞളായപ്പോൾ അതിൻ്റെ ആ കളറ് തന്നെ നമ്മളൊന്ന് നോക്കണം. കണ്ടോ, ഇതൊക്കെ ചെറുതാണ്, അതൊന്നും നമുക്ക് അരിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നേരെ തന്നെ അതിനകത്തോട്ടങ്ങ് ഇട്ടാച്ചാൽ മതി. പിന്നെ ഈ തടയെല്ലാം നമുക്ക് അരിഞ്ഞ് തന്നെ ഇടണം. അരിഞ്ഞ മഞ്ഞൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിടുകയാണ്. നല്ല വെയിലുള്ള സമയങ്ങളിൽ പെട്ടെന്ന് നമുക്കൊരു 4-5 ദിവസത്തിനുള്ളിൽ ഇത് ഉണങ്ങി കിട്ടും. അന്നേരം നമ്മൾ നല്ല രീതിയിൽ, മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ടെറസ് നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പായൊന്നും വിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഈർപ്പം കൂടെ താഴോട്ട് വലിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഇച്ചിരി സ്ഥലമൊക്കെ കുറവാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്ത് വിഷരഹിതമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതൊക്കെ കെമിക്കലാണ്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ പൊടിച്ച മഞ്ഞളും
കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞളും തമ്മിലുള്ള വ്യത്യാസം, മഞ്ഞൾപ്പൊടിയും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ നാച്ചുറലായിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ മറ്റ് രോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും കൂടുതൽ കെമിക്കൽസ് അടങ്ങുന്നത് മഞ്ഞൾപ്പൊടി, പുറത്തുനിന്ന് വാങ്ങുന്ന മുളക് പൊടി, ഇതിനൊക്കെയാണ്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം, കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണ്. നമ്മളത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് കാണേണ്ടത് അടുത്ത വർഷത്തേക്ക് കൃഷി ചെയ്യാനുള്ള മഞ്ഞളിൻ്റെ വിത്താണിത്. ഇത്രയും വിത്താണ് നമ്മൾ അടുത്ത വർഷം നമ്മളും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വിത്ത് സുരക്ഷിതമായിട്ട് മണ്ണിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. ഇപ്പോൾ നല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ നല്ല ചൂട് കാലാവസ്ഥയാണ്. നമ്മൾ മണ്ണിൽ തന്നെ ഇത് ഒരു സ്ഥലം ക്ലിയർ ആക്കിക്കൊണ്ട് വിത്തുകളൊന്നും അത് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ദൃഢമുള്ള വിത്തുകൾ നോക്കിയാണ് നമ്മൾ കൃഷി ചെയ്യാൻ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ വിത്തുകളെല്ലാം നമ്മൾ ഇതേപോലെ നിരത്തി വെച്ച് അത് മണ്ണിട്ട് മൂടി അത് അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ സംരക്ഷിച്ച് വെക്കുകയാണ്. പിന്നെ കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിളിർത്ത് വരും. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരുപാട് കട്ടിക്ക് മണ്ണിടാതെ ജസ്റ്റ് അത് സൂര്യപ്രകാശം തട്ടി അത് ചൊങ്ങി പോകരുത്, അത് ചുരുങ്ങി പോകും. നല്ല രീതിയിൽ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വിത്തായിട്ട് നമുക്കിനി കൃഷി ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ഏപ്രിൽ വിഷു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കോഴി വന്ന് ചെതയാതിരിക്കുന്നതിനും അതേപോലെ തന്നെ വെയിൽ അടിക്കാതിരിക്കാനും ഒക്കെ ഒരുപാട് വെള്ളം അതിൻ്റെ മുകളിൽ വീഴാതിരിക്കാനൊക്കെ നമ്മൾ ഇതേപോലെ പൊതയിട്ട് വെക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു തെളിവും നമ്മളിവിടാണ് അത് മൂടിയിട്ടേക്കുന്നതെന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1-2 മാസം കഴിഞ്ഞ് വന്ന് നമുക്കതെടുക്കാം. നമ്മൾ ഉണക്കാനിട്ട മഞ്ഞൾ ഇപ്പോൾ ഈ പരുവമായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കരിഞ്ഞ ഒരു ലെവലിലേക്കാണ്. ഇച്ചിരി വെയിൽ കൂടിപ്പോയി. എന്നാലും നമുക്ക് പൊടിക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് നമുക്കത് നോക്കാം. മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഇത്രയും ഉണക്ക് തോന്നിച്ചെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിൽ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2-2.5 കിലോയോളം മഞ്ഞൾ നമുക്ക് ഉണങ്ങി വന്നപ്പോഴത്തേക്കും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും മഞ്ഞൾ ഏകദേശം ഒരു 5 കിലോയ്ക്ക് മുകളിൽ പച്ചമഞ്ഞളാണ് നമ്മൾ ഇപ്പം പൊടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ അത് പുഴുങ്ങി വേവിച്ച് നമ്മൾ അരിഞ്ഞ് ഉണക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് സ്വാഭാവികമായിട്ടും കുറയും. ഉണക്കി പൊടിക്കുമ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ ഈ വെയിറ്റ് കുറയുന്നതായിരിക്കും മഞ്ഞളിൻ്റെ. അന്നേരം നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല. ഇപ്പം വന്നിട്ടുള്ള പുതിയ ജനറേഷനും യാതൊരു വിധത്തിലും എങ്ങനെയാണ് ഇതൊക്കെ ലഭിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ. അതേപോലെ ഇത് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനലിൽ അപ്പായി വരുന്നതേ ഉള്ളൂ. അന്നേരം എൻ്റെ ഈ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. നല്ല രീതിയിൽ അത് വൃത്തിയാക്കണം. നൂലും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതേപോലെ കരിയില അതൊന്നും ഇതിനകത്ത് ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾക്ക് ഇത്രയും മഞ്ഞളാണ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 1 വാരം മഞ്ഞൾ. ബാക്കിയുള്ളത് നമുക്ക് നടുന്നതിനും വിത്തിനും ഒക്കെ എടുത്തതിന് ശേഷമുള്ള മഞ്ഞളാണ്. ഇത് മതി. 1 വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മഞ്ഞൾ നമുക്കുണ്ട്. ഏകദേശം 2 കിലോയ്ക്ക് മുകളിലുള്ള മഞ്ഞൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നല്ല സ്മെല്ലാണ്. നമുക്ക് ഈ മഞ്ഞൾ ഉണങ്ങിയതങ്ങോട്ട് വാരുമ്പം തന്നെ കണ്ടില്ലേ, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ട, നല്ല മഞ്ഞൾപ്പൊടിയാണ് കിട്ടും നമുക്കിതിൽ നിന്നും. നല്ല മണവുമാണ്. നമ്മൾ ഉണക്കമഞ്ഞൾ പൊടിക്കാൻ പോകുന്നതാണ് കാണാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാനാണ്, മിക്സിയിലിട്ട് പൊടിക്കാനാണ്. അത് അടച്ച് മിക്സി വെച്ച് അടയ്ക്കണം. കൂടുതലുണ്ടെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ മഞ്ഞൾ പൊടിച്ച് തുടങ്ങുമ്പോഴേ കളർ വ്യത്യാസങ്ങൾ നമുക്ക് വരും. ഓക്കെ, നല്ല അടിപൊളി മഞ്ഞ പൗഡർ പോലെ ഇരിക്കണം. നല്ല അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി. നല്ല മഞ്ഞ കളറാണ്. കണ്ട, നല്ല രീതി. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ മിക്സി പൊടിക്കല്, മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കണം. നമുക്ക് ഏകദേശം ഒരു 2 കിലോയോളം ഉള്ളു. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ കുറേശ്ശെ പൊടിച്ചെടുക്കുകയാണ്. വേറെ ഒരു പ്രത്യേകതയും കൂടെ കാണിക്കാം. ഞാനിവിടെ എടുത്തു വെച്ചപ്പോൾ ഉണ്ട് നമ്മുടെ
കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞപ്പൊടിയാണിത്. കടയിൽ നിന്ന് വാങ്ങിയത് ഈ മഞ്ഞപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയത്. രണ്ടിൻ്റെയും കളർ വ്യത്യാസം കണ്ട. നമ്മൾ ഇവിടെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതിൻ്റെ കളറ് ഒരുമാതിരി കുറച്ചും കൂടെ ഓറഞ്ച് കളറ് ചേർന്ന് വന്നിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. പക്ഷേ ഇത് കണ്ട കുറച്ചും കൂടെ വൈറ്റ് ആയിട്ടുള്ളതാണ്. രണ്ടിൻ്റെയും കൂടെ വ്യത്യാസങ്ങൾ കണ്ടില്ലേ? രണ്ടും രണ്ട് കളറിലാണ്. ഇതിനകത്ത് ഈ അരിപ്പൊടിയുടെ അംശം നമുക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടെ വേറെന്തോ പൗഡറും കൂടെ ചേർത്താണ്. മഞ്ഞൾപ്പൊടി തീർന്നത് കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഈ പൊടിച്ച മഞ്ഞളിന് നല്ല മണമാണ്. നമ്മുടെ നാടൻ മഞ്ഞളിൻ്റെ നല്ല സ്മെല്ലാണ്. നമ്മൾ പൊടിക്കുമ്പോഴേ നമ്മുടെ അടുക്കള നിറയെ സ്മെല്ലുണ്ട്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിയതിന് മറ്റൊരു കളറ്. കുറേശ്ശെ ആയിട്ട് നമ്മൾ മഞ്ഞൾ പൊടിച്ച് നമ്മൾ ടിന്നിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.